അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പൊ താഴെ 8ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ ഉണ്ടാകും. അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജുമുഅയിൽ ജമാഅത്ത് എന്താണ് എന്നുള്ളത് ആ ഒരു ബ്രാക്കറ്റിൽ ഉണ്ടാകും. നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. കഅറു ബുയൂത്തിഹിന്ന, കഅറു ബുയൂത്തിഹിന്ന ഹിജ്റ 2ാം വർഷം, ഫർള് ഐനാണ്, സിവൽ വിത്തിരി ഹറാമാണ്, ബോധക്ഷയം സുന്നത്താണ്, കുല്ലി മസ്ജിദിൻ. അപ്പൊ ജുമുഅയിൽ ജമാഅത്ത് ഫർള് ഐനാണ്. അപ്പൊ ഫർള് ഐനാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് ഖൈറു മസാജിദിൻ നിസാഇ, ഖൈറു മസാജിദിൻ നിസാഇ എന്താണ് വേണ്ടത്? കഅറു ബുയൂത്തിഹിന്ന. അപ്പൊ ഇവിടെ കഅറു ബുയൂത്തിഹിന്ന എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് 2 പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് ഹിജ്റ 2ാം വർഷം. അപ്പൊ ഹിജ്റ 2ാം വർഷം എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്നും എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫിൽ റമളാന 20 റകഅത്തൻ സിവൽ വിത്തിരി. അപ്പൊ സിവൽ വിത്തിരി എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അഞ്ചാമത്തത് ഖാല തആല യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അപ്പൊ ഇൻദ കുല്ലി മസ്ജിദിൻ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ആറാമത്തത് ഖുഫിന്റെ മേൽ ഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ്. അപ്പോൾ അവിടെ സുന്നത്താണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഏഴാമത്തത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ തടസ്സം ബോധക്ഷയം. അവിടെ ബോധക്ഷയം എന്ന് എഴുതുക. എട്ടാമത്തത് പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കൽ ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാമാണ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം തെറ്റ് ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 3ഓളം ചോദ്യങ്ങളാണ് കൊടുത്തത്. അതെല്ലാം തെറ്റാണ്. ആ തെറ്റിയത് എന്താക്കണം? ശരിയാക്കിയിട്ട് എഴുതണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്വർണവും വെള്ളിയും പുരുഷന് കറാഹത്താണ്. സ്വർണവും വെള്ളിയും പുരുഷന് കറാഹത്താണ് എന്നുള്ളതാണ് ഇവിടെ എഴുതി കൊടുത്തത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പൊ എന്താണ് എഴുതേണ്ടത്? സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. അപ്പൊ നിഷിദ്ധമാണ് എന്നുള്ളതാണ് ശരിയാക്കിയിട്ട് ആ ഒരു ലൈന് മുഴുവനായിട്ട് അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം ഹലാലായ യാത്രയിലെ ഫർള് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. അങ്ങനെയാണ് അവിടെ നൽകിയത്. ശരിയാണോ? അത് തെറ്റാണ് അല്ലെ? അപ്പൊ ശരിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. അപ്പൊ അവിടെ ഫർള് എന്നുള്ളത് എന്താക്കുക? സുന്നത്ത് എന്നാക്കിയാൽ മതി. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. ഇനി മൂന്നാമത്തത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള 16 ആയത്തുകൾ. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള 16 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ് ഇവിടെ നൽകിയത്. 16 ആണോ? അല്ല, നമ്മൾ പഠിച്ചത് എത്രയാണ്? 14 ആയത്തുകളാണ്. അപ്പൊ എങ്ങനെ എഴുതണം? തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള 14 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് സ്വലാത്തു തസ്ബീഹ്. അപ്പൊ സ്വലാത്തു തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് വ്യക്തമാക്കിയിട്ട് എഴുതുക. 300 തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന 4 റകഅത്ത് സുന്നത്ത് നിസ്കാരമാകുന്നു അത്. ഒന്നുകൂടെ നോക്കാം. 300 തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന 4 റകഅത്ത് സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ് അതിന്റെ സമയം. ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം. മൂന്നാമത്തത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്?
സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ്. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. നാലാമത്തേത് മസ്ബൂഖ്. ആരാണ് മസ്ബൂഖ്? ഇമാമിന്റെ നിറുത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂഖ്. ഒന്നുകൂടെ നോക്കാം. ഇമാമിന്റെ നിറുത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂഖ്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഓരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫർദ് നിസ്കാരത്തിൽ നിൽക്കൽ ഫർദാണ് ആർക്ക്? ഫർദ് നിസ്കാരത്തിൽ നിൽക്കൽ ഫർദാണ് ആർക്ക്? ഉത്തരം, സ്വന്തമായോ മറ്റൊന്നിന്റെ സഹായത്തോടെയോ നിൽക്കാൻ കഴിയുന്നവന് ഫർദ് നിസ്കാരത്തിൽ നിൽക്കൽ ഫർദാണ്. ഒന്നുകൂടെ നോക്കാം. സ്വന്തമായോ മറ്റൊന്നിന്റെ സഹായത്തോടെയോ നിൽക്കാൻ കഴിയുന്നവന് ഫർദ് നിസ്കാരത്തിൽ നിൽക്കൽ ഫർദാണ്. രണ്ടാമത്തെ ചോദ്യം, ഇമാമാണെന്ന് കരുതൽ വാജിബുള്ള നിസ്കാരം ഏതാണ്? ജുമുഅ. അപ്പൊ ജുമുഅ നിസ്കാരത്തിലാണ് ഇമാമാണെന്ന് കരുതൽ വാജിബുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്റെ സമയം കഴിയും എപ്പോൾ? സൂര്യൻ ഉദിക്കൽ കൊണ്ട്. അപ്പൊ സൂര്യൻ ഉദിക്കൽ കൊണ്ട് എന്ത് ചെയ്യും? ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്റെ സമയം കഴിയും. നാലാമത്തത്, തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ് ആർക്ക്? ഉത്തരം, ഖുതുബയുടെ സമയം ആയ ശേഷം വന്ന ഖതീബിനും ത്വവാഫ് ഉദ്ദേശിച്ചു മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ചവനും തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഒന്നുകൂടെ നോക്കാം. ഖുതുബയുടെ സമയം ആയ ശേഷം വന്ന ഖതീബിനും ത്വവാഫ് ഉദ്ദേശിച്ചു മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ചവനും തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, മിൻ സ്വലാത്തിൽ ഫദ്ദി ദറജത്തുൻ സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു, പിന്നെ ബി സബഇൻ വഇശ്രീന. ഇത് ക്രമം തെറ്റിച്ചിട്ടാണ് അവിടെ നൽകിയത്. നമ്മൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കി എഴുതണം. ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി സബഇൻ വഇശ്രീന ദറജ എന്ന് വരും. ഇനി ആറാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൂരിപ്പിച്ചിട്ട് എങ്ങനെയാണ് നൽകിയത് എന്ന് നമുക്ക് നോക്കാം. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റകഅതൈനി എന്ന് വരും. അപ്പോൾ അവിടെ അഹദുകുമുൽ മസ്ജിദ എന്നുള്ളതും ഹത്താ യുസല്ലിയ എന്നുള്ളതുമാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തത്, തറാവീഹ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. അപ്പൊ അവിടെ വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.